now address the grand celebration. Bismillahirrahmanirrahim. Bismillahi azimil qudrati wassan, sadidil batshi wal burhan, hafidid din wal Qur'an. Bismillahi ma sha'a Allahu kan, wa ma lam yasha' lam yakun, wa la hawla wa la quwwata illa billahi al-aliyyil azim. ولا حول ولا قوة إلا بالله العلي العظيم. الحمد لله الذي هدانا إلى الإسلام وجعلنا من أمة سيد الخلق سيدنا محمد صلى الله عليه وسلم. ബഹുമാനമുള്ള സാദാത്തുക്കൾ, ഉലമാക്കൾ, മറ്റ് നേതാക്കന്മാർ, പ്രവർത്തകർ, അൽഹംദുലില്ലാഹ് KCF-ൻ്റെ 10ാം വാർഷികമാണ്. ഇവിടെയെങ്കിലും ഒരു 10-40 കൊല്ലമെങ്കിലും പ്രവർത്തിച്ച പല പ്രവർത്തനങ്ങളും ഇവിടെ കാഴ്ചവെച്ചിട്ടുള്ള ഒരു സമ്മേളനമാണ് ഇത്. അല്ലാഹു തആല അതെല്ലാം സ്വീകരിക്കുമാറാകട്ടെ. ഞാൻ 2 വാക്ക് നിങ്ങളോട് പറയുന്നത്, നാം എന്ത് പ്രവർത്തിക്കുമ്പോഴും അർഹമുർ-റഹീമായ അള്ളാഹുവിൻ്റെ പൊരുത്തം ഉദ്ദേശിക്കണം. അൽ അഅ്മാൽ കുല്ലുഹാ സുവറുൻ ഖായിമ. ബഹുമാനപ്പെട്ട ഇബ്നു അത്താഇല്ലാഹി സിഖറി തങ്ങൾ പറഞ്ഞു, മനുഷ്യൻ്റെ പ്രവർത്തനങ്ങൾ എല്ലാം വെറും ഫോട്ടോ മാത്രമാണ്. എന്നാൽ വസിറു ഹാദിഹിൽ അഅ്മാലി അൽ ഇഖ്ലാസ്. ഈ ഫോട്ടോ കോപ്പിയായ അമലുകളുടെ യഥാർത്ഥമായ റൂഹ് അല്ലാഹുവിന് മാത്രം കരുതി പ്രവർത്തിക്കുന്ന ഇഖ്ലാസാണ് എന്ന്. അതുകൊണ്ട് നാം എല്ലാവരും നല്ല മുഖ്ലിസീങ്ങളായി അർഹമുർ-റഹീമായ അള്ളാഹുവിൻ്റെ പൊരുത്തം മാത്രം ഉദ്ദേശിച്ചുകൊണ്ട് ഇനിയും കൂടുതൽ പ്രവർത്തിക്കണം എന്ന് ഞാൻ നിങ്ങളോട് ഓർമ്മപ്പെടുത്തുകയാണ്. KCF-ൻ്റെ പ്രവർത്തകരോട് എനിക്ക് അതിയായ സന്തോഷമുള്ളത്, ഒന്ന്, അവരിൽ വരുന്ന അപേക്ഷകൾ, സഹായ അഭ്യർത്ഥനകൾ കർണാടക സ്റ്റേറ്റിൽ നിന്ന് മാത്രമുള്ളതായി അവർ പരിഗണിക്കുന്നില്ല. എവിടെ നിന്ന് വന്നാലും കഴിയുന്ന സഹായം ചെയ്തു കൊടുക്കുന്നുണ്ട്. ഇതാണ് KCF-ൻ്റെ പ്രവർത്തനത്തിൽ ഒരു വലിയ സന്തോഷമുള്ളത്. അതുകൊണ്ട് ആ കൂട്ടത്തിൽ KCF-ൻ്റെ പ്രവർത്തകരോട് പറയാനുള്ളത്, നമ്മുടെ ഈ കർണാടക സ്റ്റേറ്റിൽ തന്നെയുള്ള സുന്നത്ത് ജമാഅത്തിൻ്റെ എല്ലാ സംഘടനകളുടെയും ഒരു ആസ്ഥാനമാണ് ഇവിടെ ഈ അടയാർ കണ്ണൂരിൽ നാം ആരംഭിച്ച് വഴിയിൽ നിൽക്കുകയാണ്. അത് പൂർത്തിയാക്കാൻ KCF എല്ലാ സഹായങ്ങളും
സഹകരണങ്ങളും ചെയ്യണം എന്ന് ഞാൻ പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുന്നു. നമ്മുടെ ആസ്ഥാനം നമ്മുടെ വിവിധ പ്രവർത്തനങ്ങൾക്ക് കാരണമായിത്തീരും. അത് ഇല്ലെങ്കിൽ നമ്മുടെ പ്രവർത്തനം ശക്തിപ്പെടുത്താൻ പ്രയാസമാണ്. അതുകൊണ്ട് നിങ്ങളെല്ലാവരും KCF-ൻ്റെ മുഴുവൻ പ്രവർത്തകരും മുഴുവൻ ആളുകളും നമ്മുടെ ഈ കർണാടക സ്റ്റേറ്റ് സുന്നി പ്രവർത്തനത്തിൻ്റെ കേന്ദ്രം പൂർത്തീകരിക്കുന്നതിന് എല്ലാവരും സഹായിക്കുകയും സഹകരിക്കുകയും വേണമെന്ന് പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുന്നു. KCF-ൻ്റെ പ്രവർത്തകർക്ക് വേണ്ടി കർണാടക സ്റ്റേറ്റിലുള്ളവരും അല്ലാത്ത സ്റ്റേറ്റുകാരും പ്രത്യേകമായി ദുആ ചെയ്യണം. വളരെ കഴിവ് കുറഞ്ഞ ആളുടെ തുച്ഛമായ സംഭാവനകളാണ്, തുച്ഛമായ ശമ്പളത്തിൽ നിന്നുള്ള സംഭാവനകളാണ് ഈ കാണുന്ന കേൾക്കുന്ന എല്ലാ പ്രവർത്തനങ്ങളും നടക്കുന്നത് എന്ന് എനിക്ക് നല്ല പോലെ അറിയാം. വലിയ വലിയ സമ്പന്നരായ ആളുകൾ വളരെ കുറവാണ്. KCF-ൻ്റെ വളരെ ലൈഫായ പ്രവർത്തകന്മാർ അവർക്ക് കിട്ടുന്ന സമ്പാദ്യത്തിൽ നിന്ന് ഒരു ചെറിയ ഭാഗം എങ്കിലും ഈ പ്രസ്ഥാനത്തിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടി നീക്കി വെച്ചുകൊണ്ടാണ് ഈ കാണുന്ന വലിയ വലിയ പ്രവർത്തനങ്ങൾ. വീട് നിർമ്മാണം, അതുപോലെ മറ്റ് എല്ലാവിധ സഹായങ്ങളും സഹകരണങ്ങളും ചെയ്തു കൊടുക്കുന്നത് എനിക്കറിയാം. അതുകൊണ്ട് തീർച്ചയായും എല്ലാവരും ഒത്താശ ചെയ്ത് നമ്മുടെ ഈ ആസ്ഥാനം പൂർത്തിയാക്കണം. മറ്റുള്ള പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകണം. മുസ്ലിം സമുദായത്തെ സംബന്ധിച്ച് ഇപ്പോൾ അവർ ഒരു തീവ്രവാദികളാണ്, ഭീകരവാദികളാണ് എന്നെല്ലാം പറഞ്ഞ് പരത്താൻ ശ്രമിക്കുന്നവർ ഇപ്പോഴുമുണ്ട്. ഒരിക്കലും അങ്ങനെ അല്ല എന്ന് പരിശുദ്ധ ഖുർആൻ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. ചരിത്രത്തിൻ്റെ താളുകൾ അത് രേഖപ്പെടുത്തുന്നുണ്ട്. മുസ്ലിങ്ങൾ അങ്ങനെ ഭീകരവാദികളായിരുന്നുവെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മക്കയിലേക്ക് വരുന്നത് പ്രതിപക്ഷമില്ലാത്ത ഭരണാധികാരിയായിട്ടാണ്. ഇവിടെ കർണാടകത്തിൽ ഒരു കക്ഷി ജയിച്ച് മുഖ്യമന്ത്രിയാവുകയാണെങ്കിൽ മറുഭാഗത്ത് കുറേ ആളുകൾ പ്രതിപക്ഷമുണ്ടാവും. കേരള സ്റ്റേറ്റിലും അങ്ങനെ തന്നെ മറ്റ് ഏത് സ്റ്റേറ്റുകളെടുത്ത് നോക്കിയാലും ഒരു പ്രതിപക്ഷമുണ്ടാവും. ഇപ്പോൾ ഇന്ത്യ രാജ്യത്ത് ഇപ്പോൾ ഇലക്ഷൻ ചില സ്ഥലത്ത് കഴിഞ്ഞ് മറ്റു സ്ഥലത്ത് നടക്കാൻ ഇരിക്കുകയാണ്. ആരാണ് ഭരണം ഏറ്റെടുക്കുന്നത്, പ്രധാനമന്ത്രിയാകുന്നത് എന്നൊന്നും നമുക്കറിയില്ല. അല്ലാഹു തആല അത് വേണ്ടതുപോലെ ചെയ്തുകൊള്ളണം. ആ സമയത്തും ഒരെതിര് കക്ഷിയില്ലാതെ ഒരാൾക്കും ഭരണാധികാരിയാവാൻ സാധ്യമല്ല. ഇന്ത്യയിൽ മാത്രമല്ല മറ്റ് രാഷ്ട്രങ്ങളിൽ പോയാലും അങ്ങനെ തന്നെയാണ്. എന്നാൽ സയ്യിദുനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എതിർകക്ഷിയില്ലാത്ത ഒരു ഭരണാധികാരിയായിട്ടാണ് മക്കയിൽ വന്നത്. വന്ന സമയത്ത് എല്ലാ ആളുകളും പേടിച്ച് ഉരുകിപ്പോയി. ഒരുപാട് അക്രമങ്ങൾ ചെയ്ത മുഴുവൻ ആളുകളെയും പിടിച്ച് ഇവിടെ വെച്ചിട്ടുണ്ട്. അവരെല്ലാവരും ഒരുമിച്ച് കൂടിയിട്ടുണ്ട്. അവരെ എന്താണ് ഈ ഭരണാധികാരിയായ മുഹമ്മദ് നബി ചെയ്യുക എന്ന് ആലോചിച്ച് അവർ വളരെ പേടിയിലായ സമയത്താണ് അല്ലാഹുവിൻ്റെ റസൂൽ അസന്നിഗ്ധമായ പ്രഖ്യാപനം നടന്നത്. ഇൻതലിഖൂ
വാന്തമുത്തുലക്കാ, നിങ്ങൾക്കെല്ലാവർക്കും പോകാം, നിങ്ങളെ ഞാൻ വെറുതെവിട്ടേക്കുന്നു എന്ന്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പ്രതിപക്ഷമില്ലാത്ത ഒരു ഭരണാധികാരിയായി അവിടെ വന്നിട്ട് പോലും ശത്രുക്കളെ ഒന്നിനെ പോലും കൊല്ലുകയോ അടിക്കുകയോ ജയിലിൽ വെക്കുകയോ മറ്റ് ശിക്ഷ നൽകുകയോ ചെയ്തിട്ടില്ല. ഇന്ന് യഹൂദികൾ ചെയ്യുന്നത് പോലെ ഒരു പ്രവർത്തനവും അള്ളാഹുവിൻ്റെ റസൂൽ ചെയ്തിട്ടില്ല. ഇന്ന് ഇസ്രായേലികളായ ജൂതന്മാർ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? ചെറിയ കുഞ്ഞുങ്ങളെയും സ്ത്രീകളെയും വയസ്സന്മാരെയും കൊല്ലുകയാണ്. 2-3 വയസ്സായ ചെറിയ കുഞ്ഞുങ്ങൾ ഇവിടെ എന്താണ് തെറ്റ് ചെയ്തിട്ടുള്ളത്? എന്തിനാണ് നിങ്ങൾ അവരെ കൊല്ലുന്നത് എന്ന് ചോദിച്ചാൽ അതിന് മറുപടിയില്ല. സഹോദരന്മാരെ, അള്ളാഹുവിൻ്റെ റസൂല് പ്രഖ്യാപിച്ചു, നിങ്ങൾ യുദ്ധം നടക്കുകയാണെങ്കിൽ പോലും അബരിയാ നിങ്ങൾ ഒഴിവാക്കണം. അതായത് ഈ വിഷയത്തിൽ ഭാഗവാക്കല്ലാത്തവരാണ് പെണ്ണുങ്ങൾ, സ്ത്രീകൾ, അതുപോലെ തന്നെ ചെറിയ കുഞ്ഞുങ്ങൾ, വയസ്സന്മാർ. അവർ നിങ്ങൾ ഒഴിവാക്കണം, അവരെ കൊല്ലാൻ പാടില്ല എന്ന് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വഹാബത്തിനോട് കൽപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഇന്ന് നിങ്ങൾ പത്രം വായിക്കുമ്പോൾ നിങ്ങൾക്ക് എന്താണ് മനസ്സിലാകുന്നത്? ഈ ഇസ്രായേൽ എത്ര ചെറിയ കുഞ്ഞുങ്ങളെയാണ് പടച്ച റബ്ബേ ചുട്ട് കരിച്ചും കൈകാലുകൾ മുറിച്ചും കൊന്ന് അവർ വേദനിപ്പിച്ചത് എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ കണ്ണിൽ നിന്ന് രക്തം വരികയല്ലേ. അതുപോലെ സ്ത്രീകൾ, വീട്ടിൻ്റെ ഉള്ളിലിരിക്കുന്ന സ്ത്രീകളെ കൊലപ്പെടുത്തുകയും അപ്രകാരം വയസ്സന്മാർ, നടക്കാൻ പോലും കഴിയാത്ത പ്രായം ചെന്ന വയസ്സന്മാർ, അവരെയും കൊന്നൊടുക്കുകയാണ്. ഇത് ഒരിക്കലും മനുഷ്യത്വമല്ല എന്ന് നാം മനസ്സിലാക്കണം. പ്രവാചക പ്രഭു മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, യുദ്ധം ഇസ്ലാം ഉദ്ദേശിക്കുന്ന ഒന്നല്ല. കുല്ലമാ ഔഖദു നാറൻ അത്ഫാഹുല്ലാഹ്, അവർ യുദ്ധത്തിന് വേണ്ടി തീ കത്തിച്ചുകൊണ്ട് ചൂടാക്കിക്കൊണ്ടിരിക്കുമ്പോഴെല്ലാം അത്ഫാഹുല്ലാഹ്, അള്ളാഹു കെടുത്തിക്കളയുന്നു. അഥവാ യുദ്ധം ഇല്ലാതെയാക്കുകയാണ് അള്ളാഹു താൻ ചെയ്തത്. പിന്നെ ബദർ യുദ്ധം തുടങ്ങിയ കാര്യങ്ങൾ ഉണ്ടായത് വഹും ബദഊക്കും അവല മറ, അവരാണ് ആദ്യമായി യുദ്ധം തുടങ്ങിയത്. അതിൻ്റെ ഒരു ഡിഫൻസ് മാത്രമാണ് മുസ്ലിമീങ്ങൾ ചെയ്തിട്ടുള്ളതെന്ന് പരിശുദ്ധ ഖുർആൻ പ്രത്യേകമായി പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഇവിടെ ഭീകരതയും തീവ്രതയും പഠിപ്പിക്കുന്ന മതമല്ല ഇസ്ലാം, മറിച്ച് സമാധാനത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന മതമാണ് ഇസ്ലാം എന്ന് എല്ലാ വിഭാഗത്തിനോടും നമുക്ക് പറയാം, പഠിപ്പിച്ചു കൊടുക്കാം. ഇസ്ലാമിനെ ഈ ഭീകരതയിൽ നിന്ന് രക്ഷപ്പെടുത്താം. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് തന്നെ അള്ളാഹു പറഞ്ഞു, ഫബിമാ റഹ്മത്തിൻ മിനല്ലാഹ്, അള്ളാഹുവിൻ്റെ റഹ്മത്താണ് നബിയെ തങ്ങൾ. എന്താ കാരണം കൊണ്ട്? ലിൻത ലഹും, തങ്ങൾ അവരോട് വളരെ വിനയത്തിലാണ് ബന്ധപ്പെടുന്നത്. വലൗ കുന്ത ഫള്ളൻ ഗലീദൽ ഖൽബി, അതേ സമയത്ത് ഹൃദയം കടുത്ത ഒരു ഭീകരനോ തീവ്രവാദിയോ ആയിരുന്നു എങ്കിൽ ലംഫല്ലു മിൻ ഹൗലിക, അവരെല്ലാവരും തങ്ങളിൽ നിന്ന് ഓടിപ്പോകുമായിരുന്നു. ഒറ്റ കുട്ടിയും ഇസ്ലാമിലേക്ക് കിട്ടുമായിരുന്നില്ല. അപ്പോൾ ഇസ്ലാമിലേക്ക് ഈ ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് ആളുകൾ വരുന്നത് ഇസ്ലാമിൻ്റെ സമാധാനം മനസ്സിലാക്കിയത് കൊണ്ട് തന്നെയാണ് എന്ന് പരിശുദ്ധ ഖുർആൻ വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് നമ്മുടെ മതം
അക്രമത്തിൻ്റെയോ ഭീകരതയുടെയോ മതമല്ല എന്ന് നാം വിശ്വസിക്കുന്നത് പോലെ തന്നെ മറ്റുള്ളവർക്ക് പഠിപ്പിച്ചു കൊടുക്കുകയും ചെയ്യണം. നമ്മുടെ പ്രവർത്തനം ആ നിലയിൽ കൊണ്ടുപോകണം. അല്ലാഹു തആല അതിന് തൗഫീഖ് ചെയ്യട്ടെ. ഈ KCF-ൻ്റെ സമ്മേളനം നടത്താൻ നമ്മുടെ പ്രവർത്തകരായ കുട്ടികൾ വളരെ കഷ്ടപ്പെട്ട് നടത്തുകയാണ്. അല്ലാഹു തആല ഇത് ഖബൂൽ ചെയ്യുമാറാകട്ടെ. ഞാൻ നിർത്തുന്നു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. اللهم صل على سيدنا محمد وعلى آل سيدنا محمد. اللهم إنا نسألك موجبات رحمتك وعزائم مغفرتك والسلامة من كل إثم والغنيمة من كل بر والفوز بالجنة والنجاة من النار. أرحم الراحمين മലിക്കുൽ മുലൂക്കായ അല്ലാഹ് ഞങ്ങൾക്കെല്ലാവർക്കും എല്ലാ ചെറുതും വലുതുമായ ദോഷങ്ങൾ മാപ്പ് ചെയ്തു തരണം റഹ്മാൻ. അർഹമുറാഹിമായ അല്ലാഹ് ഞങ്ങളുടെ മാതാപിതാക്കന്മാരുടെ ദോഷങ്ങൾ പുറത്തു കൊടുക്കണേ അല്ലാഹ്. അർഹമുറാഹിമായ അല്ലാഹ് ഈ KCF-ൻ്റെ സമ്മേളനം നടത്താൻ വളരെയധികം മുന്നോട്ട് വന്ന ഈ സംഘടനയും അതിന് വേണ്ടി എല്ലാവിധ സഹായവും സഹകരണം ചെയ്തു കൊടുത്ത ഈ നാട്ടിലെ പ്രമുഖന്മാരും അതുപോലെ എല്ലാവരെയും നീ സഹായിക്കണേ അല്ലാഹ്. എല്ലാവർക്കും ബർക്കത്ത് ചെയ്യണേ അല്ലാഹ്. പ്രാർത്ഥന ഞങ്ങളെയും ഞങ്ങളുടെ മക്കളെയും ഞങ്ങളുടെ ശിഷ്യന്മാരെയും നീ സ്വാലിഹീങ്ങളാക്കണേ അല്ലാഹ്. നിൻ്റെ പൊരുത്തത്തിലാക്കണേ അല്ലാഹ്. ഉഖ്റവിയായ മുത്തഅല്ലിമീങ്ങളിലും ആലിമീങ്ങളിലും പെടുത്തണേ അല്ലാഹ്. അർഹമുർറാഹിമായ റബ്ബേ, ഞങ്ങളുടെ എല്ലാ പ്രവർത്തനങ്ങളും ഇഖ്ലാസുള്ളതാക്കണേ അല്ലാഹ്. ആലിമീങ്ങളും ഗുമറാക്കളും യോജിച്ചുകൊണ്ട് പ്രവർത്തിക്കുമ്പോഴാണ് ദീനിന് ശക്തി ഉണ്ടാവുക എന്ന കാരണം കൊണ്ടാണ് നമ്മുടെ അബ്ദുള്ള കുഞ്ഞി ഹാജി, അതുപോലെ മുംതാസ് സാഹിബ്, ജിയോ ബാവ ഇങ്ങനെയുള്ള നേതാക്കന്മാരൊക്കെ ഞങ്ങൾ സഹകരിക്കുന്നത്. അള്ളാഹു അവർക്കെല്ലാം ബർക്കത്ത് ചെയ്ത് കൊടുക്കട്ടെ. അതുപോലെ നമ്മുടെ അബൂബക്കർ സാഹിബ് അങ്ങ് സൗദിയിൽ നിന്നും എല്ലാ പ്രവർത്തനത്തിൽ നിന്നും ലീവ് എടുത്തുകൊണ്ട് ഇതിനു വേണ്ടി ഇവിടെ വന്ന് ഒറ്റകെട്ടി പ്രവർത്തിക്കുകയാണ്. അവർക്ക് നീ ബർക്കത്ത് ചെയ്ത് കൊടുക്കണേ അല്ലാഹ്. അർഹമുർറാഹിമായ റബ്ബേ, ഞങ്ങളെയും ഞങ്ങളുടെ മാതാപിതാക്കളെയും ഞങ്ങളുടെ ഉസ്താദന്മാർ ശിഷ്യന്മാർ എല്ലാവരെയും നിൻ്റെ സ്വാലിഹ്യങ്ങളിൽ പെടുത്തണേ അല്ലാഹ്. ഞങ്ങളെ എല്ലാ ദോഷങ്ങളും പൊറുക്കണേ അല്ലാഹ്. പഠിത്തവനെ ഇസ്ലാം മതം സമാധാനത്തിൻ്റെ മതമാണെന്ന് ലോകത്തിന് പഠിപ്പിച്ചു കൊടുത്തുകൊണ്ട് ഇവിടെ ജീവിക്കാനും അതിൻ്റെ പ്രവർത്തനം നടത്താനും ഞങ്ങൾക്ക് തൗഫീഖ് നൽകണം റഹ്മാനെ. ഞങ്ങളുടെ ആയുസ്സിനെ ആഫിയത്തോടുകൂടി നീ നീട്ടിത്തരണേ അല്ലാഹ്. നീ നീട്ടിത്തരണേ അല്ലാഹ്. ഇൽമ പഠിക്കാനും പഠിപ്പിക്കാനും ഞങ്ങൾക്ക് നീ തൗഫീഖ് ചെയ്യണേ അല്ലാഹ്. അവസാനം കാമിലായ മുഅ്മിനീങ്ങളായി മരിക്കാൻ ഞങ്ങൾക്ക് തൗഫീഖ് ചെയ്യണേ അല്ലാഹ്. ഈമാൻ സലാമത്താക്കി തരണേ അല്ലാഹ്. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. وصلى الله على خير خلقه سيدنا محمد وآله وصحبه أجمعين. سبحان رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين. ഭയങ്കര ചൂട് കൊണ്ട് നാട് മുഴുവൻ വളരെ വിഷമത്തിലാണ്. അതുകൊണ്ട് ഞങ്ങൾക്ക് നാഫിയായ
മഴ വർഷിപ്പിച്ചു വരെ അള്ളാഹ് ഹലാക്കുണ്ടാവാത്ത പ്രശ്നമുണ്ടാകാത്ത നമുക്ക് ഉപകാരപ്രദമായ മഴ ഞങ്ങൾക്ക് വർഷിപ്പിച്ചു തരണേ അള്ളാഹ്. اللهم اسقنا غيثا مغيثا هنيئا مريئا يا أرحم الراحمين. പടച്ചവനെ മഴ ഞങ്ങൾക്ക് വർഷിപ്പിക്കണേ അള്ളാഹ്, ഞങ്ങൾക്ക് മഴ വർഷിപ്പിക്കണേ അള്ളാഹ്. ഞങ്ങൾക്ക് ബുദ്ധിമുട്ടില്ലാത്ത വിധത്തിലുള്ള മഴ ഞങ്ങൾക്ക് നൽകണേ അള്ളാഹ്. റഹ്മാനായ റബ്ബേ, സാധുക്കളാണ് ഞങ്ങൾ ഒരിക്കലും തള്ളിക്കളയല്ലേ അള്ളാഹ്. ഞങ്ങൾ പാപികളാണ്, ഞങ്ങളുടെ പാപങ്ങളൊക്കെ നീ മാപ്പാക്കി തരണേ അള്ളാഹ്. ഞങ്ങളുടെ എല്ലാ ഖൈറായ ഉദ്ദേശങ്ങളും നീ പൂർത്തിയാക്കി തരണേ അള്ളാഹ്. ഞങ്ങളുടെ സഹോദരന്മാരുടെയും സഹോദരികളുടെയും ഞങ്ങളെ സഹായിക്കുന്ന എല്ലാവരുടെയും എല്ലാ ഖൈറായ ഉദ്ദേശവും നീ പൂർത്തിയാക്കണേ റഹ്മാനെ. ബഹുമാനപ്പെട്ട താജുൽ ഉലമ സയ്യിദ് അബ്ദുറഹ്മാൻ അൽ ബുഖാരി ഖദ്ദസല്ലാഹു സിറഹു മഹാനവറുകൾ, അതുപോലെ നമ്മുടെ താജുൽ ഫുഖഹാ ബേക്കൽ ഉസ്താദ്, അതേപ്രകാരം ബഹുമാനപ്പെട്ട ഷറഫുൽ ഇസ്ലാം അബ്ബാസ് ഉസ്താദ്, താജുൽ ശരിയ അലിക്കുഞ്ഞി ഉസ്താദ് തുടങ്ങി ഈ ഭാഗത്ത് പ്രവർത്തിച്ചിരുന്ന ഉലമാക്കളൊക്കെ ഇന്ന് മരിച്ചുപോയി. അവരെല്ലാവരും ഖബറിനെ നീ ഉത്സവമാക്കി കൊടുക്കണേ അല്ലാഹ്. ഞങ്ങളെയും ഞങ്ങളെ ഖബറിലേക്ക് ചെല്ലുന്ന സമയത്ത് മലായിക്കത്ത് സ്വീകരിക്കുന്ന സ്വാലിഹ്യങ്ങളിൽ പെടുത്തണേ അല്ലാഹ്. ഞങ്ങളെ ഖബറിൽ ഞങ്ങളെ രക്ഷപ്പെടുത്തണേ അല്ലാഹ്. ഞങ്ങളെ ഖബറിൽ ഞങ്ങളെ നീ കൊടുക്കല്ലേ അല്ലാഹ്. ഞങ്ങളെ നീ രക്ഷപ്പെടുത്തി തരണേ അല്ലാഹ്. അർഹമുർ-റഹീമായ അല്ലാഹ്, ഈ സമ്മേളനത്തിൽ വന്ന എല്ലാ മുഅ്മിനീങ്ങൾക്കും നീ ബർക്കത്ത് ചെയ്യണേ അല്ലാഹ്. ദോഷം പുറത്തു തരണേ അല്ലാഹ്. സ്വാലിഹ്യങ്ങളിൽ പെടുത്തണേ അല്ലാഹ്. ഞങ്ങളെ ദുആ നീ കബൂൽ ചെയ്യണേ അല്ലാഹ്. അവിടുത്തെ ഞങ്ങളെ ഭാര്യമാരെയും മക്കളെയും ഞങ്ങളുടെ ശിഷ്യന്മാരെയും സഹോദരികളെയും എല്ലാം നീ സ്വാലിഹീങ്ങളിൽ പെടുത്തണേ അല്ലാഹ്. മുത്തഖീങ്ങളിൽ ഉൾപ്പെടുത്തണേ അല്ലാഹ്. പടച്ചവനെ, ഈ സമ്മേളനത്തിൻ്റെ സഹായിച്ച എല്ലാ ആളുകളെയും കൃഷിയിലും കച്ചവടത്തിലും തൊഴിലും നീ ബർക്കത്ത് ചെയ്യണേ അല്ലാഹ്. ഈ സാധുക്കളായ ആലിമീങ്ങളുടെ കൂട്ടത്തിൽ വന്ന് ഒരു എളിയ പ്രവർത്തകനെ പോലെ നമ്മളോട് രണ്ടു വാക്ക് സംസാരിച്ച ഞാനിപ്പോൾ അബ്ദുള്ള കുഞ്ഞി ഹാജി, അതുപോലെ തന്നെ ഇന്ന് ഈ സമ്മേളനത്തിന് വേണ്ടി 5 ലക്ഷം രൂപ കൊടുത്തിട്ടുള്ള ബഹുമാനപ്പെട്ട സക്കരിയ ഹാജി, അങ്ങനെ കർണാടക സ്റ്റേറ്റിലുള്ള എല്ലാ പ്രവർത്തകരും അല്ലാത്ത പ്രവർത്തകരും മുഴുവൻ ആളുകളെയും നീ വേർതിരിച്ച് അറിയുമല്ലോ. എല്ലാവരുടെയും പ്രവർത്തനങ്ങൾ നീ കബൂൽ ചെയ്യണേ അല്ലാഹ്. ഞങ്ങൾക്ക് ബർക്കത്ത് ചെയ്യണേ അല്ലാഹ്. ഉമ്മ മരണപ്പെട്ടു, അബൂബക്കർ സാഹിബിൻ്റെ ഉമ്മ മരിച്ചിട്ട് ഒരു കൊല്ലമായി. ആ ഉമ്മക്ക് നീ മാപ്പ് ചെയ്ത് കൊടുക്കണേ അല്ലാഹ്. ഞങ്ങളെ ഉമ്മവാപ്പമാരിൽ നിന്ന് മരിച്ചു പോയ എല്ലാവരുടെയും ഖബറിന് നീ സ്വർഗത്തോപ്പാക്കണേ അല്ലാഹ്. അവർക്കെല്ലാവർക്കും നീ സന്തോഷം നൽകണേ അല്ലാഹ്. ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. വസല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദ് വആലിഹി വസഹ്ബിഹി. ഒരുപാട് സഖാഫികൾ بمشيئة